വീഴും. അതുകൊണ്ട് ചേച്ചി ആടാട്ടോ, നീ അപ്പാപ്പ വന്നിട്ട് ഊഞ്ഞാലാടിയാ മതി. ഇതാരാണ് എന്റെ മരത്തിൽ ഊഞ്ഞാല് കെട്ടി കളിച്ചിട്ടിരിക്കുന്നു? നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഇത് എന്റെ മരവാ. ഇതില് നിങ്ങൾ എന്തിനാ ഊഞ്ഞാല് കെട്ടി കളിച്ചിട്ടിരിക്കുന്നേ? മര്യാദയ്ക്ക് താഴെ ഇറങ്ങ്. ഇത് എന്റെ മരവാ. ഇതില് ഞാൻ തന്നെ കളിക്കും. ഇതെന്റെ അപ്പാപ്പ കെട്ടി തന്ന ഊഞ്ഞല്ല. ഞാൻ ഇറങ്ങൂല. ഞാൻ ഈ ഊഞ്ഞാലിൽ തന്നെ കളിക്കുള്ളൂ. ഇറങ്ങൂലെന്നോ? എടി കുട്ടിപ്പെണ്ണേ, നീ ആരാണ്? ഞാൻ ഇതുവരെ നിന്നിവിടെ കണ്ടിട്ടില്ലല്ലോ. അതോ അതാണ് എന്റെ വീട്. ആ വീട്ടിന്റെ അടുത്തുള്ളതാണ് ഈ മരം. ഇത് എന്റെ മരവാ. നിന്റെ വീട് എവിടെയാ? നീ അവിടെ പോയി കളിക്ക്. എന്റെ വീട് ഇവിടെ ഇല്ല. ഞാന് ഇവിടെ എന്റെ അപ്പാപ്പന്റെ വീട്ടിലേക്ക് വന്നതാ. എന്റെ അപ്പാപ്പനാണ് ഈ മരത്തില് ഊഞ്ഞാല് കെട്ടി തന്നത്. ഇത് എന്റെ ഊഞ്ഞല്ല. ഞാൻ ഈ ഊഞ്ഞാലിൽ തന്നെ കളിക്കും. നിന്റെ അപ്പാപ്പ കെട്ടി തന്നതാണെങ്കിൽ ഇത് എന്റെ മരവാ. ഇതില് നീ ഊഞ്ഞാല് കെട്ടിയാലേ അത് എന്റെ ഊഞ്ഞല്ല. ഞാൻ തന്നെ അത് കളിക്കും. മര്യാദയ്ക്ക് താഴെ ഇറങ്ങിക്കോ. ഇല്ല, ഞാൻ ഇറങ്ങൂല. ഇതെന്റെ അപ്പാപ്പ കെട്ടി തന്നതാ. ഞാൻ തന്നെ കളിക്കും. ഇറങ്ങില്ലാന്നോ? മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. ഇല്ലെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാറിയോ? എന്ത് വേണമെങ്കിൽ ചെയ്തോ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ എന്റെ അപ്പാപ്പയുണ്ട്. ഞാൻ എന്റെ അപ്പാപ്പയിട്ട് പറഞ്ഞു നോക്കും. ഞാൻ ഈ ഊഞ്ഞാലിൽ തന്നെ കളിക്കും. ഞാൻ ഒന്നും ഇറങ്ങൂല. അപ്പൂച്ചേ, നീ വാടാ, നമുക്ക് ഊഞ്ഞാലിൽ കളിക്കാം. ഈ കൊച്ചു പെണ്ണിന് എത്രയാ തിമിര്. എന്റെ മരത്തില് ഊഞ്ഞാല് കെട്ടി കളിച്ചിട്ട് താഴെ ഇറങ്ങാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ചിക്ക് ചിക്ക്, നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിക്കോ. വായാലിക്കുട്ട, നമുക്ക് ഊഞ്ഞാലിൽ കളിക്കാം. ഇപ്പൊ നീ ഇറങ്ങിയില്ലേ? മര്യാദ കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ പോക്കോ. ഇത് എന്റെ മരവാ. ഞാൻ നിന്നെ ഊഞ്ഞാലിന്ന് ഇറങ്ങാൻ പറഞ്ഞില്ലേ? നീ കേട്ടില്ലല്ലോ. ഞാൻ നിന്നെ ഇറങ്ങാൻ പറഞ്ഞപ്പോ തന്നെ നീ ഊഞ്ഞാലിന്ന് ഇറങ്ങിയതാണെങ്കിൽ ഞാൻ നിന്നെ താഴെ തള്ളിയിട്ടിട്ടുണ്ടാവില്ല. നീ എന്റെ ഇറങ്ങില്ലെന്ന് പറഞ്ഞത്. അതാ ഞാൻ നിന്നെ താഴെ തള്ളിയിട്ടത്. എടാ തീരാ, ഇപ്പഴല്ലേ കളിക്കാൻ പോണെന്നും പറഞ്ഞു പോയത്? പോയ വേഗത്തിൽ തിരിച്ചു വന്നിരിക്കണോ? എന്താടാ, കളിക്കാൻ പോയില്ലേ? ഇല്ലമ്മ, കളിക്കാനാണ് പോയത്. പക്ഷേ ഞാൻ എപ്പോഴും കളിക്കില്ലേ, ആ മരത്തിലെ വേറൊരു കുട്ടി ഊഞ്ഞാല് കെട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കുട്ടിയോ? അതാര്? നീയല്ലേ എപ്പോ നോക്കിയാലേ ആ മരത്തിലെ ടയറും കെട്ടി ഊഞ്ഞാലും കെട്ടി കളിച്ചിട്ടിരിക്കുക. അവിടെ വേറെ ആരാ കളിക്കുന്നത്? അത് എനിക്കറിയില്ല. അത് വേറെ ആരോ അവളുടെ അപ്പാപ്പിന്റെ വീട്ടിലേക്ക് വന്നതാണെന്നാ പറഞ്ഞത്. വന്ന് എന്റെ മരത്തിലെ ഊഞ്ഞാല് കെട്ടി കളിച്ചിട്ടിരിക്കണു. അപ്പാപ്പിന്റെ വീട്ടിലേക്ക് വന്നതാണെന്നോ? ഓ, ആ രാജേട്ടന്റെ പേരക്കുട്ടിയായിരിക്കും. അത് ആരെന്നൊന്നും എനിക്കറിയില്ല. അവള് എന്റെ മരത്തിലെ ഊഞ്ഞാല് കെട്ടി കളിച്ചിട്ടിരിക്കണു. ശരി, പോട്ടെ, വിടടാ തീരാ. നീയല്ലേ എപ്പോഴും ആ മരത്തിൽ പിടിച്ച് തൂങ്ങിട്ട് കളിക്കുന്നത്. അവളൊന്നും ഒരു ദിവസം ഊഞ്ഞാല് കെട്ടി കളിച്ചോട്ടെ. അത് എങ്ങനെ? അത് എന്റെ മരവാ. അതില് ഞാൻ തന്നെ കളിക്കും. അവളെങ്ങനെ ഊഞ്ഞാല് കെട്ടി കളിക്കും? അതിന് ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലാന്നോ? സമ്മതിക്കില്ലെന്നും പറഞ്ഞ നീ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഞാനവളെ ഊഞ്ഞാലിന്ന് പിടിച്ച് താഴെ തള്ളിയിട്ടു. എന്ത്? ഊഞ്ഞാലിന്ന് പിടിച്ച് താഴെ തള്ളിയിട്ടുന്നോ? എന്റെ ദൈവമേ! എടാ, എന്തിനാണ് ആ കുട്ടിയെ പിടിച്ച് താഴെ തള്ളിയിട്ടത്? പിന്നെ അവൾ എന്തിനാ എന്റെ മരത്തിലെ ഊഞ്ഞാല് കെട്ടി കളിക്കുന്നത്? അതാ ഞാൻ അവളെ താഴെ തള്ളിയിട്ടത്. എടാ,
കുട്ടികളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതെ തല്ലുകൂടാതെ മര്യാദയ്ക്ക് കളിച്ചിട്ട് വരണമെന്ന്. തല്ലുകൂടി പ്രശ്നം ഉണ്ടാക്കിയ കുഴപ്പമില്ല. ഇത് പാവ ഒരു ചെറിയ കുട്ടിനെ ഊഞ്ഞാലിന്ന് പിടിച്ച് താഴെ തള്ളിയിട്ട് വന്നിരിക്കുന്നു. ഇനിയിപ്പോ ആ കുട്ടിക്ക് എന്ത് പറ്റിയാവോ? കയ്യും കാലും പൊട്ടി ചുവട് വന്നോ എന്തോ? പറയടാ, നീ താഴെ തള്ളിയിട്ടതിലെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ താഴെ തള്ളിയിട്ടതും അവളെ കാല് വേദനിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അയ്യോ പാവം, ഇനിയിപ്പോ നീ താഴെ തള്ളിയിട്ടതിലെ കയ്യോ കാലോ പൊട്ടി ഇനി ചുവട് വന്നിട്ടുണ്ടാവും. ചെറിയ മുറിവാണെങ്കിലും കൂടി കുഴപ്പമില്ല. ഇനി കയ്യും കാലും ഫ്രാക്ചർ വരെയായോ എന്തോ? എടാ, മര്യാദയ്ക്ക് വാ എന്റെ കൂടെ. ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് പോയി നോക്കാം. ഞാനൊന്നും വരില്ല. അറിയാന്നോ? എടാ, ആ കുട്ടിനെ താഴെ തള്ളിയിട്ടിട്ട് വന്നിട്ട് ഇപ്പൊ നീ നോക്കാൻ വരില്ലെന്നോ പറയണേ? ഇനിയിപ്പോ ആ കുട്ടിന്റെ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയോ? ഇനി അവിടെ തന്നെ കിടന്ന് കരയാണോ എന്തോ? മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. നമുക്ക് പോയി കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് നോക്കാം. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മ പോയി നോക്ക്. എടാ കുരുത്തം കെട്ടവനെ, ആ കുട്ടിനെ താഴെ തള്ളിയിട്ടിട്ട് ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് നോക്കാൻ പോലും വരില്ലെന്നോ നീ പറയണേ? നിക്ക്, ഞാൻ ചെന്ന് ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് നോക്കിയിട്ട് വരട്ടെ. ഇനിയിപ്പോ ആ കുട്ടിക്ക് കയ്യും കാലും വല്ല പൊട്ടിയതാണെങ്കിലോ നിന്നെ ഞാൻ